സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിന് ശേഷം പാലക്കാട്ടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയാൻ ഡിവൈഎഫ്ഐയും ബി.ജെ.പിയും. വൈകിട്ട് 5-ന് പിരായിരിയിലെ റോഡ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനാണ് രാഹുൽ എത്തുന്നത്. MLA ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച പൂഴിക്കുന്നം റോഡിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഇക്ബാൽ ഇറക്കലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ, ആദ്യമൊക്കെ രഹസ്യമായിട്ട് മറച്ചുകൊണ്ടാണ് രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസുകാർ ശ്രമിച്ചത്. ഇപ്പോൾ അതൊരു പരസ്യ പരിപാടിയായിട്ട് മാറുന്നു. കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴും പുറത്തു നിൽക്കുന്ന, പുറത്താക്കപ്പെട്ട സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ വിവിധ പരാതികൾ കിട്ടിയിട്ടുള്ള, അതിന്റെ പേരിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ പൊതുപരിപാടിയിൽ പരസ്യമായി പങ്കെടുപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തോട് എങ്ങനെയാണ് ഡിവൈഎഫ്ഐയും ബി.ജെ.പിയും പ്രതികരിക്കുന്നത്? പിരായിരിയിൽ രാഹുൽ പങ്കെടുത്താൽ തടയുമെന്നാണോ പറയുന്നത്? ഗുഡ് മോർണിംഗ്. വീരപ്പനും മൊട്ടയും ഒക്കെ കടന്ന് കരയുകയാണ്. എന്ത് ചെയ്യാനല്ലേ ഇവരുടെ ഒരു ഗതികേട്. രാഹുലിനെതിരെ സ്ത്രീകൾക്കെതിരെ അതിക്രമ കേസുകളുള്ള പരാതികൾ ലഭിച്ചിട്ടുള്ള, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനൊക്കെ പുറമെ റോഡ് പൊതുപരിപാടിയിലേക്ക്, പാലക്കാട്ട് പൊതുപരിപാടിയിലേക്ക് എത്തുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്കിങ്ങനെ ഓരോ ഘട്ടമായി ഈ കാര്യങ്ങളെ ചർച്ച ചെയ്ത് പോവാം. ആദ്യത്തേത് ഈ പറയുന്ന പാലക്കാട്ടെത്തിയിട്ടുള്ള പൊതുപരിപാടി എന്നാണ് പറയുന്നത്. പാലക്കാട്ടെത്തിയിട്ട് പൊതുപരിപാടി ഇതല്ലായിരുന്നു. ഇതിനു മുൻപ് പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ KSRTC ഡിപ്പോസിൽ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പാലക്കാട് നഗരസഭയിലെ ഒരു വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ സർക്കാരിന്റെ പൾസ് പോളിയോ ദിനത്തിൽ പോളിയോ വിതരണവുമായി ബന്ധപ്പെട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുപരിപാടികൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്നത് രഹസ്യമാക്കിക്കൊണ്ട് നടന്നു ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന പാലക്കാട് ഡിപ്പോയിലെ കാര്യം നമുക്കെടുത്ത് പരിശോധിക്കാം. അവിടെ അതിൽ CITയുടെ ആളുകൾക്ക് അറിവ് നൽകിയിട്ടുണ്ട്, BMSന്റെ ആളുകൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് മൊട്ട അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാത്ത രീതിയിൽ വെച്ചോ, കുഴപ്പമില്ല. വീരപ്പന്റെ തീട്ടം നക്കിക്കൊണ്ടിരുന്നു. വീരപ്പനും കൂട്ടരും നല്ല ചൊറിച്ചിലാണ് എന്നുള്ളത് അറിയാം. നിങ്ങൾക്ക് കുരുപൊട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാം. നിങ്ങൾ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ആഞ്ഞടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടും എന്തേ ഒന്നും നടക്കാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ള വേദന അത് നിങ്ങളുടെ ഉള്ളിൽ നന്നായിട്ടുണ്ട് എന്നറിയാം. കരഞ്ഞു തീർക്കുകയല്ലാതെ വേറെ വഴികളില്ല. വീരപ്പൻ തുടച്ചു തരും. മൊട്ട കരഞ്ഞോളൂ, നന്നായിട്ട് കരഞ്ഞോളൂ, മൂക്കൊലിപ്പിച്ച് കരഞ്ഞോളൂ. വീരപ്പൻ വന്നിട്ട് ഈ തുടച്ച് വൃത്തിയാക്കി തരും. മൂക്ക് പിടിക്കാൻ വീരപ്പൻ ഉണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, കരഞ്ഞോളൂ, വേണ്ട വിധം കരഞ്ഞ് നിലവിളിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. എന്റെ അടുത്ത കാര്യം എന്ന് പറയുന്നത് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതിയാണ്, പോലീസ് നടത്തുന്ന അന്വേഷണമാണ്, പോലീസ് നടത്തുന്ന കേസാണ്. ഈ കാര്യങ്ങളിലൊക്കെ കേരളത്തിന്റെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്തേ നിങ്ങൾ ഈ നടത്തുന്ന, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഇപ്പൊ നിങ്ങളുടെ CPMന്റെ അംഗമായിട്ടുള്ള, നിങ്ങളുടെ MLA ആയിട്ടുള്ള മുകേഷിനെതിരെ ഇതുപോലെ ആരോപണം വന്നു, കേസ് വന്നു, നിങ്ങൾ കേസെടുത്തു, പരാതി ഉണ്ടായി, കേസെടുത്തു, അന്വേഷിച്ചു, FIR ഇട്ടു, അയാളെ അറസ്റ്റ് ചെയ്തു. മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് അറസ്റ്റിൽ അയാളെ വിട്ടയച്ചു, അയാളെ ചോദ്യം ചെയ്തു. ഈ കാര്യത്തിൽ എന്തേ രാഹുലിന്റെ അടുത്തേക്ക് എത്താൻ നിങ്ങൾക്ക് ഇതുവരെ സാധിക്കാത്തത്? രാഹുൽ ഒളിവിൽ പോയിട്ടില്ല. രാഹുൽ പാലക്കാടുണ്ട്. രാഹുൽ പാലക്കാട്ടെ ജനമധ്യത്തിലുണ്ട്. രാഹുൽ പാലക്കാട്ടെ പൊതുപരിപാടികളിലുണ്ട്. രാഹുൽ പാലക്കാട്ടെ MLA ഓഫീസിലുണ്ട്. എന്തേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് രാഹുലിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ സാധിക്കാത്തത്? എന്തേ രാഹുലിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്? രാഹുൽ ഇന്ന് നിമിഷം വരെ ഒരു കോടതിയും സമീപിച്ചിട്ടില്ല, ആരോടും മുൻകൂർ ജാമ്യം വേണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തേ? നിങ്ങളുടെ MLA മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ പോയില്ലേ? എന്നിട്ടും നിങ്ങൾ അറസ്റ്റ് ചെയ്തു, മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് വിട്ടയച്ചു, അയാളെ ചോദ്യം ചെയ്തു. ആ കേസ് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്, FIR ഉണ്ട്, കോടതിയുടെ പരിഗണനയുള്ള വിഷയമാണ്. എന്തേ രാഹുലിന്റെ കാര്യത്തിൽ? രാഹുൽ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അടൂരിലുണ്ടായല്ലോ, പാലക്കാട്ടുണ്ടായല്ലോ, പാലക്കാട്ടെ പൊതുപരിപാടികളിൽ ഉണ്ടായല്ലോ. രാഹുൽ എവിടെയാണെന്ന് അറിയാഞ്ഞിട്ടാണ് നിങ്ങളുടെ പോലീസ് ഏമാന്മാർ പോവാത്തതെങ്കിൽ രാഹുൽ എവിടെയാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനും എല്ലാവർക്കും വളരെ പരസ്യമായി അറിയുന്ന കാര്യമല്ലേ? എന്തേ പോലീസ് പോവാത്തത്? രാഹുലിനെ നിങ്ങൾ പോവണ്ട. നിങ്ങൾ രാഹുലിന് ഒരു നോട്ടീസ് നൽകിയോ? ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ? അതല്ലെങ്കിൽ നോട്ടീസും വേണ്ടെന്നേ,
നിങ്ങളൊന്ന് ഫോണിൽ വിളിച്ച്, രാഹുലിന്റെ നമ്പർ അറിയാത്ത ആളുകളൊന്നും അല്ലല്ലോ നിങ്ങളാരും, രാഹുലിനെ ഒന്ന് ഫോണിൽ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് നിങ്ങളെ ഒന്ന് ചോദ്യം ചെയ്യണം, നിങ്ങൾ നാളെ ഹാജരാവണം, അല്ലെങ്കിൽ ഇന്ന ദിവസം ഹാജരാവണം, ഇന്ന സമയത്ത് വരണം. എന്തേ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്തത്? എവിടെയാണ് പരാതിക്കാര്? ഏതാണ് പരാതിക്കാര്? കേസ് എങ്ങനെ ഉണ്ടായതാണ്? ഒരു പരാതിക്കാരൻ പോലും ഇല്ലാതെ സ്വമേധയാ കേസെടുത്ത് അന്വേഷിച്ച് പരാതിക്കാരെ തേടിയിറങ്ങിയ പോലീസിനെ നമ്മൾ കണ്ടതല്ലേ? എന്തേ ബാംഗ്ലൂരിൽ പോയില്ലേ? തിരുവനന്തപുരത്ത് പോയില്ലേ? ആശുപത്രികളിൽ പോയില്ലേ? ക്ലിനിക്കുകളിൽ പോയില്ലേ? തെളിവുകളൊന്നും ലഭിച്ചില്ലേ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ? അറസ്റ്റ് ചെയ്യണം മിസ്റ്റർ, രാഹുലിനെ അറസ്റ്റ് ചെയ്യണം. നിങ്ങൾ പറയുന്ന അതിക്രമകാരിയെ അറസ്റ്റ് ചെയ്യണം. എന്തേ അതിന് കഴിയാത്തത്? എന്റെ കോൺഗ്രസ്സുകാരനാണോ ഭരിക്കുന്നത്? മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനാണോ? അതോ ആഭ്യന്തരമന്ത്രി കോൺഗ്രസ്സുകാരനാണോ? അല്ല വേണ്ട, UDF-കാരാണോ ഭരിക്കുന്നത്? UDF-കാരനാണോ ആഭ്യന്തരമന്ത്രി? എല്ലാം ഭരിക്കുന്നതും മുഖ്യമന്ത്രിയും ആഭ്യന്തരവും കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ ഇരട്ടച്ചങ്ങനല്ലേ? പറഞ്ഞു വിടടോ, രാഹുലിന്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിടാം, അതല്ലെങ്കിൽ പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ലാറ്റിലേക്ക് പറഞ്ഞു വിട്. ഇന്നലെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ രാഹുൽ ഒന്ന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു, അതും നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. രാഹുൽ എവിടെയൊക്കെ പോകുന്നുണ്ട്, എവിടെയൊക്കെ വരുന്നുണ്ട്, എന്ത് ചെയ്യുന്നു ഒക്കെ എല്ലാവരും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. എന്തേ രാഹുൽ ഉള്ള സ്ഥലം എല്ലാവർക്കും ഇത്രയധികം സുപരിചിതമായിട്ടും എന്തേ അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലാത്തത്? എന്തുകൊണ്ടാണ്? എന്തേ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തത്? വേണ്ടെന്നേ, നിങ്ങൾ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കി, എന്നിട്ട് അറസ്റ്റ് ചെയ്യ്. അയാൾ ജയിലിലിടണം, കാരണം മുൻകൂർ ജാമ്യമൊന്നും ഇല്ലല്ലോ. അറസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അയാൾ ഉള്ളിലാവുമല്ലോ. അയാൾക്ക് ജാമ്യം ലഭിക്കുന്നത് വരെയെങ്കിലും അയാളെ നിങ്ങളെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റുമല്ലോ. എന്തേ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്? രാഹുൽ എവിടെയും മുൻകൂർ ജാമ്യത്തിന് പോയിട്ടില്ലല്ലോ. ഇതുപോലെയുള്ള ആരോപണങ്ങൾ വന്ന ആളുകൾ അത്രയും മുൻകൂർ ജാമ്യത്തിന് പോയി മുൻകൂർ ജാമ്യം നേടിയവരാണ്. എന്തേ രാഹുൽ ഇത്രയും ദിവസമായിട്ട് ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും ശ്രമിച്ചില്ല? നിങ്ങൾ കേസെടുത്ത് അന്വേഷിക്കുന്ന തെളിവുകൾ ഉണ്ടാക്കാൻ നിങ്ങൾ കൊടുത്ത തെളിവുകൾ, മൊട്ടയും വീരപ്പനും കൊടുത്ത തെളിവുകൾ പോലീസുകാരുടെ കയ്യിലില്ലേ? എന്നിട്ട് എന്തേ നിങ്ങൾ കെട്ടിച്ചമച്ച് കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന ബോംബൊക്കെ പൊട്ടിച്ച വ്യക്തി പോയിട്ട് മൊഴി നൽകിയില്ലേ? സ്ക്രീൻഷോട്ട് നൽകിയില്ലേ? ഇതൊന്നും പോരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ? ഇതൊന്നും മതിയാവില്ലേ? എന്തടോ രാഹുലിന്റെ അടുത്തേക്ക് എത്താൻ? ഇനി രാഹുലിനെ തടയാൻ മൊട്ടയും വീരപ്പനും പാലക്കാട് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരു ഓട്ടം ഓടും. ഏതോട്ടം എന്നറിയാമോ? കുന്നംകുളം ഓട്ടം. വളരെ പ്രശസ്തമായ, കേരളത്തിലെ ഇത്രയധികം പ്രശസ്തമായ മറ്റൊരു ഓട്ടമില്ല. ആ ഓട്ടം കുന്നംകുളം ഓട്ടാണ്. ആ ഓട്ടം നിങ്ങളെല്ലാവരും കണ്ടതുമാണ്. ആ രീതിയിൽ ഇന്ന് നിങ്ങൾ പാലക്കാട് ഓടും. എന്താണെങ്കിലും ഇന്ന് കണ്ടറിയാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇന്ന് രണ്ടിലൊന്ന് അറിയാൻ തന്നെയാണ്. ആളുകളെ അറിയിച്ചില്ല, രഹസ്യമായി നടത്തിയെന്ന്. രഹസ്യമായി നടത്തി. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കുടുംബശ്രീയുടെ വീട്ടമ്മമാര്, എത്രയധികം വീട്ടമ്മമാരാ. അന്തേ നിങ്ങൾക്ക് അതിൽ ഒരാള് പോലും നിങ്ങളുടേതായിട്ടുണ്ടായില്ലേ? രാഹുലിനെതിരെ ഒന്നും മിണ്ടാൻ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് രാഹുലിനോട് ഒരു വാക്ക് ഉരിയാടാൻ നിങ്ങളുടേതായിട്ട് ആരും ഉണ്ടായില്ലേ? ആ കൂട്ടത്തിലെ ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ CIT-കാരനും BMS-കാരനും ഒക്കെ അവിടെ ഉണ്ടായല്ലോ. ആ ഘട്ടത്തിൽ ഒന്ന് വാ തുറക്കാൻ, ഒരു ഗോ ബാക്ക് വിളിക്കാൻ, രാഹുലിനെതിരെ ഒരു സ്വരം, ഒരു വാക്കുരിയാടാൻ നിങ്ങളുടെ ആരും ഉണ്ടായില്ല. ഉണ്ടായല്ലോ. എന്തേ അവർക്കൊന്നും സാധിക്കാതിരുന്നത്? ആരും എന്തേ ചെയ്യാതിരുന്നത്? BMS-കാരനുണ്ടായില്ലേ? CIT-കാരനുണ്ടായില്ലേ? ഞാൻ അവിടെ ഉണ്ടായ ആളുകളെ പരിഹസിക്കുകയല്ല കേട്ടോ. അവിടെ ഉണ്ടായവരൊക്കെ രാഹുൽ അവിടെ വരണമെന്ന് ആഗ്രഹിച്ചവർ തന്നെയാണ്. അതുകൊണ്ട് അവരാരും വാ തുറക്കാതിരുന്നതും അവർക്കൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ലാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവിടെ ഉണ്ടായ ആളുകൾ നമ്മൾ പരിഹസിക്കുന്നൊന്നുമില്ല. ഇന്നലെ ഇപ്പൊ ഈ പറയുന്ന കുടുംബശ്രീക്കാര്, ആ കുടുംബശ്രീ വനിതകളിൽ, ആ വീട്ടമ്മമാരുടെ കൂട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടാകും CPM-ന് രാഹുലിനെതിരായിട്ട് P. സരിന് വോട്ട് ചെയ്ത, അതുപോലെ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്ത ഒരു BJP-കാരത്തിയെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടാവും. എന്തേ ഒരു വാക്ക് മിണ്ടാൻ ആരും തയ്യാറാവാത്തത്? അവരൊക്കെ രാഹുലിനെ ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. മൊട്ടയ്ക്കും വീരപ്പനും മരം കൊള്ളക്കാരനും ഒക്കെ എനിക്ക് വളരെ വലിയ കോമഡി ആയിട്ട് തോന്നുന്നത്. മരം കൊള്ളക്കാരനാണ് ഇപ്പൊ വലിയ രാഷ്ട്രീയ നിരീക്ഷകനാണ്. മരം കൊള്ളക്കാരത് ഇങ്ങനെ ഇരിക്കുക, കൈയൊക്കെ കെട്ടി ഒരു സ്പെക്സ് ഒക്കെ വെച്ച് നല്ല കുട്ടപ്പനായി. പൊതുമുതൽ കട്ട മുതലുണ്ടല്ലോ, അപ്പോൾ സ്പെക്സ് അല്ല, അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വെക്കാലോ. അതൊക്കെ വെച്ച് ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇരുന്ന് ഈ മരം കൊള്ളക്കാരൻ ഇങ്ങനെ ചിലക്കും, കുരച്ചുകൊണ്ടേയിരിക്കും പിണറായിക്ക് വേണ്ടിയിട്ട്. മരം കൊള്ള ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം പറഞ്ഞ പോലെയാ.
വെള്ളാപ്പള്ളി നടേശന്റെ കഴുത്തിന്റെ മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസ് വന്നു നിൽക്കുമ്പോൾ പിണറായിയുടെ കുണ്ടി നോക്കി കൊടുക്കുന്ന പരിപാടി വെള്ളാപ്പള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മരം കൊള്ളക്കാരൻ ഈ വീരപ്പൻ എന്താ ചെയ്യുന്നത്? വീരപ്പൻ ചെയ്യുന്നത് ഈ പറയുന്ന മുട്ടിൽ മരം മുറി കേസ്, അതായത് പൊതുമുതൽ കട്ട് മോഷ്ടിച്ച് കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട കേസ് മുക്കാൻ വേണ്ടി 30 കുറ്റപത്രം നൽകി. അതിൽ 10 ബാക്കിയുണ്ട്. അവിടെയും തീർന്നില്ല. ഈ കുറ്റപത്രം കാര്യങ്ങളിലൊന്നും തുടർ നടപടികളില്ല. അതവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഭരണം മാറും മിസ്റ്റർ വീരപ്പൻ, ഭരണം മാറും. ഭരണം മാറാൻ അധികം കാലമില്ല. വീരപ്പന് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്? വീരപ്പന് അതിയായ ആഗ്രഹമുണ്ട്, വീരപ്പന് നല്ല ബോധ്യമുണ്ട്. ഈ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് വീരപ്പന്റെ അന്ത്യമാണ് എന്നുള്ള കാര്യത്തിൽ വീരപ്പന് യാതൊരു തർക്കവും ഇല്ല കേട്ടോ. അപ്പൊ വീരപ്പൻ അതിനുവേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. എന്താണെങ്കിലും നിങ്ങള് പാലക്കാട് എത്തിയിട്ടുണ്ടല്ലോ, രാഹുലിനെ ഒന്ന് തടയും. ഓക്കെ, നമുക്ക് കാണാം എവിടെ വരെ പോകും കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മക്കളെ. നിങ്ങൾ രാഹുലിനെ ചുണയുണ്ടെങ്കിൽ തടയടോ.